3 കാർഡാണ്. 1 2 3. അതായത് 3 കാണാമല്ലോ. കാർഡ് ഏതൊക്കെയാണ് നോക്കിയാണ്. ഫ്ലവർ അല്ല നമ്പർ നോക്കിയാൽ മതി. 432 സെൻറ്റർ ഇരിക്കുന്നത് 3 ഡയമണ്ട് അല്ലേ? ഓക്കെ 3 ആണ്. 3 ഇവിടെ വെച്ചു. ഓക്കെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ കുത്തി. മോനൊന്ന് ഒരു വിരലുകൊണ്ട് പിടിച്ചണ്ട. ബാക്കി 2 കാർഡാണ് 4ഉം 2. അത് ഞാൻ ഇപ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. മോനല്ലേക്ക് ഒന്ന് ബ്ലോ ചെയ്ത് തുപ്പരുത്, ഒന്ന് ബ്ലോ ചെയ്യണം. ഓക്കെ ഓക്കെ. ജസ്റ്റ് ആ കാർഡ് ഒന്ന് വേവ് ചെയ്തിട്ട് ഒന്ന് കാർഡ് ഒന്ന് എടുത്ത് വയ്ക്കുക. എടുത്ത് വയ്ക്കോ. ജോക്കർ. നമ്മൾ കോമാളിയായി, നമ്മൾ മൊയന്തായി. അതെങ്ങനെയാ? ഇറ്റ്സ് മാജിക്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നതേ മാജിക് കാണാൻ വേണ്ടി വന്നതല്ല, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ആശാൻ കുറച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ട് കുറേ നമ്പറൊക്കെ ഞെട്ടിയാ. എനിക്കറിയാം, ഞാൻ കാണിച്ചു തരണം അതൊക്കെ. ആണോ? നാളെ ആവട്ടെ. അപ്പം ഇത് എത്ര കാലം തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫുഡിലേക്ക് തിരിഞ്ഞാൽ എങ്ങനെയാണ്? ഫുഡിലേക്ക് കുട്ടിക്കാലം വരെ ഉണ്ടായിരുന്നു. കാരണം മമ്മി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ പപ്പാക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അടുക്കള ഒന്ന് ഒതുക്കിയിട്ടേ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്കാലം അടുക്കളയോട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. മാജിക്കും ടീച്ചിങ്ങും എൻ്റെ പാഷനാണ്. അതിനിപ്പോൾ ടീച്ചിങ്ങും ഉണ്ട്. ടീച്ചിങ് അധ്യാപകനാണ്. ഇപ്പോൾ സ്പ്രിംഗ് ബഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഗസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കണ്ടിന്യൂസ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്ത് 30 തരം പൊറോട്ട, 30 വെറൈറ്റി പൊറോട്ട, 30 വെറൈറ്റി ദോശ. അങ്ങനെയാണോ? ഏതാണ്ട് 100ഓളം വെറൈറ്റി ദോശയുണ്ട്. ദോശ 100ആണ്. 100ഓളം വെറൈറ്റി. അപ്പം നമ്മുടെ ഡെയിലി കിട്ടുക അല്ലെങ്കിൽ അല്ല, നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 10-15 വെറൈറ്റി, ഒരു 5 മുതൽ 15 വെറൈറ്റി വരെ പൊറോട്ട മിക്ക ദിവസം ഉണ്ടാവും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആരിസ്ക ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാണ്. പറഞ്ഞല്ലോ, ടീച്ചിങ് ഫീൽഡ്, പിന്നെ മജീഷ്യൻ ഫീൽഡ്, കുക്കിംഗ് ഫീൽഡ്, അതായത് ഒരു സർവകലാ വല്ലഭൻ. ഇത് കണ്ടില്ലേ, വർക്കലയിൽ ആദ്യമായി വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾക്കായി ഒരു വിസ്മയ ലോകം. അതായത് വിസ്മയ ലോകം തന്നെയാണ് കേട്ടോ. കാരണം ആൾ മജീഷ്യനാണ്. അതുകൊണ്ട് കുറേ ചെറിയ കൈപ്പണികൾ കാണിച്ച് നമ്മളെ പറ്റിക്കും. നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും. കാരണം ചെറിയ മക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഞെട്ടും. പിന്നെ തിരക്ക് കാരണമൊന്നും നടക്കില്ല. ഒരു 7 മണി കട തുറന്നു കഴിഞ്ഞാൽ ആ തിരക്ക് കണ്ടില്ലേ, പിന്നെ അങ്ങോട്ട് ഹറിബറിയ കാര്യങ്ങൾ, പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ട് അങ്ങനെ ഒരു ജഗബോഗയാണ് ആകെ മൊത്തം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പാൽപ്പൊറോട്ട. നേരത്തെ എടുത്തത് കൊത്തു പൊറോട്ട, പാൽപ്പൊറോട്ട. അപ്പോൾ ഈ ചട്ടിയുടെ കൊടുത്തു വിടും. അതെ. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. നോർമലി ഒരു ഫാമിലിക്ക് ഇതൊരെണ്ണം മതിയാവും. കാരണം സാധാരണ ഒരു 2 പൊറോട്ട 3 പൊറോട്ടയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഐറ്റം? ചിക്കൻ കറി. എന്താ ആദ്യം വെച്ചത് ചിക്കൻ്റെ പെരട്ടാണ്. രണ്ടാമത് ചിക്കൻ്റെ കറിയാണ്. ഈ നമ്മൾ ഈ പാൽപ്പൊറോട്ട ചിക്കനിൽ മാത്രമേ ചെയ്യുന്നത്? ബീഫ്? ചിക്കനും ബീഫിലും ഉണ്ട്. ആൾക്കാരുടെ റിക്വയർമെന്റ്സ് എന്താണ് അതനുസരിച്ച് ചെയ്യും. നല്ല ചൂടൻ ചിക്കൻ ദോശ, ചമ്മന്തി, സാമ്പാർ, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. ഇപ്പോൾ നോർമലി ഒന്നും ചമ്മന്തി ആവശ്യമില്ല. പൊളി. മറ്റൊരു വെറൈറ്റി എഗ് ബനാന. അത് നല്ല നേന്ത്രപ്പഴവും അതോടൊപ്പം തന്നെ എഗ്ഗും മിക്സ് ചെയ്തിട്ട് കൊള്ളാം. എല്ലാം സ്പോട്ടിലാണ് പരിപാടി. അപ്പോൾ വന്നാൽ കുറച്ച് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നല്ല തിരക്കുള്ള സ്ഥലമാണ്. പിന്നെ ഒന്ന് വർക്കല ഭാഗത്തായതുകൊണ്ട് തന്നെ തിരക്കുള്ള ഏരിയ ആണല്ലോ. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വർക്കല മൈതാനത്ത് നമ്മുടെ കേരള ബാങ്ക് നേരെ മുന്നിലാണ്. ഇത് വെറൈറ്റി ദോശ, വെറൈറ്റി പൊറോട്ട. അപ്പോൾ എന്ത് വേണമെങ്കിലും ഞായറാഴ്ച വർക്കിംഗ് ആണോ? എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും, രാത്രി 2 മണി വരെ ഉണ്ടാവും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഐറ്റം, ആശാൻ്റെ കയ്യിലുള്ള കുറച്ച് മനുഷ്യ ഐറ്റങ്ങളും കാണാം. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് പോവാം. അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കും. അപ്പോൾ തൽക്കാലം വീണ്ടും സന്ധിക്കും വരെ വണക്കം, ബൈ.